എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2 ഡിസംബർ 2024 ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുകയാണ്. എല്ലാ വർഷം 1200 വൃശ്ചിക മാസം 17-ാം തീയതിയാണ്. പ്രഥമ തിഥി 12:43 PM ദ്വിതീയയിലോട്ട് മാറും. കേട്ട നക്ഷത്രമാണ്. 3:45 വൈകുന്നേരം 3:45 PM മൂലം നക്ഷത്രത്തിലേക്ക് മാറും. സിംഹകരണം 12:43 PM പുലിക്കരണത്തിലേക്ക് മാറും. ധൃതി നാമനിത്യയോഗം 4 PM ശൂലം നാമനിത്യത്തിലൂടെ മാറിക്കോളും. 6:25 ഉദയവും 5:57 അസ്തമയവുമാണ്. രാഹുകാലം 7:52 AM തുടങ്ങി 9:18 AM വരെയും. യമഖണ്ഡകാലം 10:45 AM മുതൽ 12:11 PM വരെയും. ഗുളികകാലം 1:38 PM മുതൽ 3:04 PM വരെയും ആവും. പൊതുവെ ഗുണപരമായിട്ടുള്ള സമയങ്ങൾ മേടക്കൂറുകാർക്ക് 10:06 AM മുതൽ 11:08 AM വരെയും. ഇടവക്കൂറുകാർക്ക് 1:13 PM മുതൽ 2:15 PM വരെയും. മിഥുനക്കൂറുകാർക്ക് 2:15 PM മുതൽ 3:18 PM വരെയും. കർക്കിടകക്കൂറുകാർക്ക് 10:06 AM മുതൽ 11:08 AM വരെയും. ചിങ്ങക്കൂറുകാർക്ക് 12:11 PM മുതൽ 1:13 PM വരെയും. കന്നിക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും 1:13 PM മുതൽ 2:15 PM വരെയും. വൃശ്ചികക്കൂറുകാർക്ക് 3:18 PM മുതൽ 4:20 PM വരെയും. ധനക്കൂറുകാർക്ക് 10:06 AM മുതൽ 11:08 AM വരെയും. മകരക്കൂറുകാർക്ക് 6:59 AM മുതൽ 8:01 AM വരെയും. കുംഭക്കൂറുകാർക്ക് 1:13 PM മുതൽ 2:15 PM വരെയും. മീനക്കൂറുകാർക്ക് 10:06 AM മുതൽ 11:08 AM വരെയാണ് പൊതുവെ ഗുണപരമായിട്ടുള്ള സമയങ്ങൾ. പൊതുവെ ഗുണപരമായിട്ടുള്ള നക്ഷത്രങ്ങൾ 2 ഡിസംബർ 2024 ഭരണി, മകം, ഉത്രാടം, ചതയം, രേവതി എന്നീ 5 നക്ഷത്രങ്ങളാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 2-ാം തീയതി 11:47 AM മുതൽ 12:09 PM വരെയും. 2-ാം ഭാഗം 12:13 PM മുതൽ 12:34 PM വരെയും ആവും. അഭിജിത്ത് മുഹൂർത്തങ്ങൾ പൊതുവായിട്ടുള്ള എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉപയോഗിക്കാമെന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി. അതിനോടൊപ്പം ഭാഗ്യസംഖ്യ കൂടി പറയാനായിട്ടുണ്ട്. അതിൽ മേടക്കൂറുകാർക്ക് 75-21, ഇടവക്കൂറുകാർക്ക് 16-40, മിഥുനക്കൂറുകാർക്ക് 28-32, കർക്കിടകക്കൂറുകാർക്ക് 19-65, ചിങ്ങക്കൂറുകാർക്ക് 10-76, കന്നിക്കൂറുകാർക്ക് 47-62, തുലാക്കൂറുകാർക്ക് 25-97, വൃശ്ചികക്കൂറുകാർക്ക് 59-42, ധനുക്കൂറുകാർക്ക് 11-60, മകരക്കൂറുകാർക്ക് 29-84, കുംഭക്കൂറുകാർക്ക് 13-36, മീനക്കൂറുകാർക്ക് 40-91 എന്നിവയാണ് പൊതുവെ ഗുണപരമായിട്ടുള്ള സംഖ്യകൾ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇതൊരു പൊതുവായ പ്രവചനം മാത്രമാണ്. ലോട്ടറി മുതലായ ഭാഗ്യവീക്ഷണം അതിന് യാതൊരു ബന്ധമില്ലെന്ന് അറിയിക്കുന്നു. നന്ദി.